ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് കാട വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു കാട ഫ്രൈഡ് റെസിപ്പി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. കാട നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. ഇതൊരു 8 കാടയാണുള്ളത്. ഇത് അത്യാവശ്യം വലിയ കാട തന്നെയാണ്. എന്നാലും ഞാനിത് കട്ട് ചെയ്യാതെ ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2-3 പീസാക്കി മാറ്റാവുന്നതാണ്. ആദ്യം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ചെറുനാരങ്ങയുടെ നീരില്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതി. അത് ഇതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി കാശ്മീർ ചില്ലി ഉപയോഗിക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, 3 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടി ഇല്ലെങ്കിൽ അതിന് പകരം 2 ടേബിൾ സ്പൂണും കൂടി കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനും മസാലയും യോജിച്ച് വരുന്നവരെ നമുക്കിത് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മസാല നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടി നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് നെടുകെ കീറിയതും ചേർത്ത് കൊടുത്ത് അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കാട ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കഴിക്കാൻ നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പിയുമായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണിത്. ഇനി കാട വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.